മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പയെയും പപ്പയുടെ ഭാര്യയും മക്കളെയും ഒന്നിപ്പിക്കുവാൻ വേണ്ടി അഞ്ചലിലേക്ക് പോവുകയാണ് അലീന. റോഡിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഗേറ്റിനപ്പുറം കാർ നിന്നു. ഞാൻ ഇറങ്ങി ഗേറ്റ് തുറക്കാം, അവതുക്കുട്ടിച്ചാൻ പറഞ്ഞു. അത് വേണ്ട, ഞാൻ കാർ അകത്തേക്ക് കയറ്റുന്നില്ല എന്ന് സ്റ്റാൻലിയും പറഞ്ഞു. അവതുക്കുട്ടിച്ചായൻ ഡോർ തുറന്നിറങ്ങി. ഇറങ്ങി വാ, അയാൾ അലീനയെ വിളിച്ചു. അലീനയും സ്റ്റാൻലിയും ഒന്നിച്ചാണ് ഇറങ്ങിയത്. അവതുക്കുട്ടിച്ചാൻ ഗേറ്റിനടുത്തേക്ക് ചെന്ന് ഓടാമ്പലെടുത്ത് പാളി തുറന്നു. അലീന സ്റ്റാൻലിയോടൊപ്പം ഗേറ്റിന് സമീപം നിന്നു. ഇതാണ് വീട്, ആ കാണുന്നത് റീത്താമ്മയുടെ വീട്, സ്റ്റാൻലി ചൂണ്ടിക്കാണിച്ചു. ഒരേ കോമ്പൗണ്ടിനുള്ളിൽ രണ്ട് വീടുകൾ, രണ്ടും ഏറെക്കുറെ ഒരേപോലെ തന്നെയെന്ന് തോന്നി. റീത്താമ്മയുടേതെന്ന് പറഞ്ഞ വീട് പുതുതായി പെയിന്റ് അടിച്ചിട്ടുണ്ട്. രണ്ട് വീടുകൾക്കുമിടയിൽ പൊക്കം കുറഞ്ഞ ഒരു ഇടമതിൽ. അലീന എല്ലായിടവും നോക്കിക്കൊണ്ട് മുറ്റത്തേക്ക് കടന്നു ചെന്നു. റീത്താമ്മയുടെ വീട് മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നതെന്നും പിന്നീട് റീത്താമ്മ എൽസമ്മയെ നിർബന്ധിച്ച് ഇപ്പുറത്തെ 10 സെന്റ് സ്ഥലം വാങ്ങിപ്പിക്കുകയും വീട് വയ്പ്പിക്കുകയും ചെയ്തതാണെന്നും അലീനയോട് വിശദീകരിക്കുകയായിരുന്നു അവതുക്കുട്ടിച്ചായൻ. ഇവിടെ ആരുമില്ലാത്ത ലക്ഷണമാണല്ലോ വല്യപ്പച്ച, അലീന പറഞ്ഞു. വീടിന്റെ മുറ്റവും കാർപോർച്ചും അലങ്കോലപ്പെട്ടിരിക്കുന്നു. കരിയിലകൾ, കടലാസു കഷ്ണങ്ങൾ, ബ്രെഡ് പൊതിഞ്ഞു വരുന്ന പ്ലാസ്റ്റിക് കവറുകൾ, കട്ടി കുറഞ്ഞ കാരി ബാഗുകൾ, മഴ നനഞ്ഞ് ചീഞ്ഞ ചകിരിത്തൊണ്ടുകൾ, കാറ്റത്ത് വീണ പച്ചയിലകൾ, സിറ്റൗട്ടിൽ കസേരകൾക്ക് കീഴിലും ടീപ്പോയുടെ അടിയിലും നോട്ട് ബുക്കുകളും പാഠപുസ്തകങ്ങളും കീറിയ വർത്തമാന പത്രങ്ങളും മുഷിഞ്ഞ തുണികളും വാരി വലിച്ചിട്ടതുപോലെ കാണാമായിരുന്നു. ടീപ്പോയ്ക്കിപ്പുറം ഒരു ഗ്ലാസ് ഉടഞ്ഞു ചിതറിക്കിടപ്പുണ്ട്. അതിൻ്റെ കഷ്ണങ്ങൾ പെറുക്കിക്കളഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഗ്ലാസ്സിലുണ്ടായിരുന്ന ചായയോ കാപ്പിയോ നിലത്ത് പടർന്ന് ഉണങ്ങി ഉറുമ്പരിക്കുന്നുമുണ്ട്. സിറ്റൗട്ടിലേക്കുള്ള പടിയിൽ ഒരു ദ്രവിച്ച ചൂൽ കിടപ്പുണ്ടായിരുന്നു. കാർപോർച്ചിൽ ചവിട്ടി ചളുക്കിയ പ്ലാസ്റ്റിക് കുപ്പികളും കാലി ടിന്നുകളും പഴന്തുണി കഷ്ണങ്ങളും എമ്പാടും കിടപ്പുണ്ട്. തുരുമ്പിച്ച 2 സൈക്കിളുകൾ പോർച്ചിൽ മറിഞ്ഞു കിടക്കുന്നു. ഇവിടെ സ്ത്രീകളാരും താമസമില്ലേ വല്യപ്പച്ച, അലീന ആശ്ചര്യത്തോടെ ചോദിച്ചു. ഇവിടെ പുരുഷന്മാരാണ് ഇല്ലാത്തത്. ഒരാൺകുട്ടിയുള്ളതിനെ എല്ലാവരും കൂടി പെണ്ണാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റാൻലിയാണ് മറുപടി പറഞ്ഞത്. അലീന കോളിമെല്ലടിച്ചു. അല്പനേരം കാത്തു നിന്നിട്ടും മറുപടിയില്ല. വീണ്ടും ഒന്നുകൂടി സ്വിച്ച് അമർത്തി. അകത്തുനിന്നും ബെൽ ശബ്ദം മാത്രമേ കേട്ടുള്ളൂ. അലീന വീടിന് ചുറ്റും ഒന്ന് നടന്നു നോക്കി. വീടിന്റെ പുന്നാമ്പുറം അറപ്പുളവാകും വിധം വൃത്തിഹീനമായിരുന്നു. ചപ്പുചവറുകൾ എമ്പാടും കാണാമായിരുന്നു. പ്ലാസ്റ്റിക് കൂടുകളും ചളുങ്ങിയ ടിന്നുകളും ചകിരിത്തൊണ്ടുകളും കരിയിലകളും വെള്ളം തളങ്കിട്ട് ചീഞ്ഞ ചിരട്ടകളും ആരൊക്കെയോ ഛർദ്ദിച്ചതുപോലെ അങ്ങിങ്ങും വാരിയെറിഞ്ഞ മിച്ചം വന്ന ഭക്ഷണ സാധനങ്ങളും എല്ലാം ചേർന്ന് ഈച്ചയെ അറക്കുന്ന ഒരന്തരീക്ഷം. ഒരു പ്ലാവിൻ ചുവട്ടിലും വിലിമ്പിപ്പുളി ചുവട്ടിലും അതിൻ്റെ കായകൾ പൊഴിഞ്ഞു വീണ് ചീഞ്ഞളിഞ്ഞു കിടക്കുന്നു. കിണറിൻ്റെ നെറ്റിനുമീതെ കുറെ കീറ തുണികൾ ഇട്ടിരുന്നു. അലീന തിരികെ മറുവശത്തെത്തി. റീത്താമ്മയുടെ വീടിൻ്റെ സിറ്റൗട്ടിൽ തലനരച്ച ഒരു സ്ത്രീ വന്നു നിന്ന് എത്തി നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട് അവതുക്കുട്ടിച്ചാൻ പറഞ്ഞു, റീത്താമ്മയുടെ അമ്മയത്, നമുക്ക് ചോദിക്കാം. അലീനയും അവതുക്കുട്ടിച്ചാനും കൂടി റീത്താമ്മയുടെ മുറ്റത്തേക്ക് ചെന്നു. അകത്തേക്ക് കയറിപ്പോകാൻ തുനിഞ്ഞ വൃദ്ധയെ അവതുക്കുട്ടിച്ചാൻ വിളിച്ചു. അവിടെ ഒന്ന് നിന്നേ, ഇതെന്നാ ഇടപാടാ? വീട്ടിലോട്ട് ആൾക്കാർ വരുന്നത് കാണുമ്പം അകത്തോട്ട് കയറി പോകുവാണോ? ഇവിടെ ആരുമില്ല, തലനരച്ച സ്ത്രീ തിരിഞ്ഞു എന്ന് പറഞ്ഞു. എന്നെ മനസ്സിലായില്ലേ? സ്റ്റാൻലിയുടെ അപ്പന. മനസ്സിലായി. ഇവിടെ ഉള്ളവരൊക്കെ എന്തിയെ? ആ സ്ത്രീ കൈമടത്തിക്കാട്ടി. ഞങ്ങളോട് കയറിയിരിക്കാൻ പോലും പറയുന്നില്ലേ? റീത്താമ്മ വരാറായി. ഇനി നിങ്ങളെ കയറ്റിയിരുത്തിയിട്ട് വേണം ഞാൻ അവളുടെ വാലിരിക്കുന്നത് കേൾക്കാൻ. സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഗേറ്റിന് വെളിയിൽ ഒരു കാറിന്റെ ഹോൺ ശബ്ദം 2-3 തവണ കേട്ടു. സ്റ്റാൻലി റോഡിലേക്ക് ഇറങ്ങിച്ചെന്നു. ഒരു വെള്ള മാതിരി സെൻകാർ സ്റ്റാൻലിയുടെ കാറിന്റെ അടുത്ത് വന്ന് നിന്നു ഹോണടിക്കുകയാണ്. ഒരു സ്ത്രീ തല പുറത്തേക്കിട്ട് ദേഷ്യപ്പെടുകയാണ്. ഇങ്ങനെയാണോ കാറ് പാർക്ക് ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് കടന്നു പോകണ്ടേ? റീത്താമ്മയാണ് അതെന്ന് സ്റ്റാൻലി തിരിച്ചറിഞ്ഞു. റീത്താമ്മ സ്റ്റാൻലിയെയും. ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് കയറിപ്പോകാനുള്ള സ്ഥലം ഒഴിച്ചിട്ടിട്ടുണ്ട്, സ്റ്റാൻലി പറഞ്ഞു. കാർ ഒന്ന് മാറ്റിത്തരണം, എനിക്ക് ഡ്രൈവിംഗ് അത്ര വശമില്ല. റീത്താമ്മയുടെ ഒച്ചയ്ക്ക് മൂർച്ച കൂടി. ഡ്രൈവിംഗ് അറിയില്ലെങ്കിലേ കാർ അവിടെ ഇട്ടിട്ട് നടന്നു പോകണം, സ്റ്റാൻലി ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞു. റീത്താമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. റീത്താമ്മ കാറിൽ നിന്നും ഇറങ്ങി ഗേറ്റിന് നേർക്ക് നടന്നു വന്ന് നിരീക്ഷണം നടത്തി. അപ്പോഴാണ് അവതുക്കുട്ടിച്ചാനും അലീനയും മുറ്റത്ത് നിൽക്കുന്നത് കണ്ടത്. റീത്താമ്മയുടെ മുഖം മങ്ങി. ഗേറ്റ് മടക്കെ തുറന്നിട്ട് അവർ തിരികെ വന്നു. കാറിൽ കയറി കാർ ഓടിച്ച് റീത്താമ്മയുടെ കാർ പോർച്ചിലേക്ക് കൊണ്ടുപോയി. കാർ നിർത്തിയ ഉടൻ ഒരു പെൺകുട്ടിയും യുവാവും കാറിൽ നിന്ന് ഇറങ്ങി. യുവാവിന് 25-ലധികം പ്രായം തോന്നിച്ചു.
പെൺകുട്ടി ചുരിദാറാണ് ധരിച്ചിരുന്നത്. അവൾക്ക് 20-ലേറെ വയസ്സുണ്ടെന്ന് തോന്നുമായിരുന്നു. യുവാവിൻ്റെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗും പെൺകുട്ടിയുടെ കൈവശം ഫയലും കുടയുമുണ്ട്. അവർ ഔതുക്കുട്ടിച്ചായനെയും അലീനയെയും മാറി മാറി നോക്കിയിട്ട് വീടിനുള്ളിലേക്ക് പോയി. ഔതുക്കുട്ടിച്ചാൻ റീത്താമ്മയെ സമീപിച്ചു. എൽസമ്മ ഇല്ലേ ഇവിടെ? ഇല്ല. എവിടെ പോയി? ഒരു ബൈബിൾ കൺവെൻഷന് പോയതാ. എവിടെ? കൊട്ടാരക്കര. എപ്പോൾ വരും? സന്ധ്യയാകും. താക്കോൽ വല്ലതും ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടോ? അറിയില്ല. യാതൊരു മയവുമില്ലാതെ പറഞ്ഞിട്ട് റീത്താമ്മ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. കൂടെയുണ്ടായിരുന്നത് അവളുടെ മക്കളാ. ഇനിയൊരെണ്ണം കൂടിയുണ്ട്, അത് കുട്ടിച്ചാൻ അലീനയോട് പറഞ്ഞു. വീട്ടിനുള്ളിൽ കടന്നയുടൻ റീത്താമ്മ തൻ്റെ സഹോദരന്മാർക്കെല്ലാം ഫോൺ ചെയ്ത് സ്റ്റാൻലിയും ഔതുക്കുട്ടിച്ചാനും അലീനയും വന്ന വിവരം അറിയിച്ചു. അതിനുശേഷം വീണ്ടും കാറിൽ കയറി റോഡിലേക്ക് ഓടിച്ചുപോയി. സ്റ്റാൻലി അക്ഷമനായി കഴിഞ്ഞിരുന്നു. ഇനി എന്ത് കാണാനാ ഇവിടെ നിൽക്കുന്നത്? തിരിച്ചു പോകരുതോ? പപ്പയുടെ മക്കൾ വന്നില്ലല്ലോ. പപ്പയ്ക്ക് അവരെ കാണണമെന്ന് പോലുമില്ലേ? അലീന ചോദിച്ചു. അതൊക്കെ വലിയ ടെൻഷനാ. അവരെന്നെ കണ്ടാൽ ഒരക്ഷരം പോലും മിണ്ടാതെ കയറിപ്പോവും. ഞാൻ നിർബന്ധിച്ച് വല്ലതും ചോദിച്ചാൽ ഒന്ന് മൂളും. കാണാതിരുന്നാൽ കണ്ടില്ലെന്നേയുള്ളൂ. ഏതായാലും അവരും കൂടി വരട്ടെ പപ്പ. 20 മിനിറ്റിനകം റീത്താമ്മ തിരിച്ചെത്തി. ഇത്തവണ അവരോടൊപ്പം സ്കൂൾ യൂണിഫോം ഇട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അത് റീത്താമ്മയുടെ മോള, അത് കുട്ടിച്ചാൻ പറഞ്ഞു. സ്റ്റാൻലിയുടെ മൂത്തമകൾ ടാനിയ ഒരു ഓട്ടോറിക്ഷയിലാണ് വന്നത്. അവളെ കണ്ടതെ അലീന തിരിച്ചറിഞ്ഞു. ഓർക്കാപ്പുറത്ത് വീട്ടുമുറ്റത്ത് പപ്പ നിൽക്കുന്നത് കണ്ട് ടാനിയയ്ക്ക് ആശ്ചര്യമായിരുന്നു. അലീനെ കൂടി കണ്ടതോടെ അവളുടെ മുഖം ഇരുണ്ടു. നീ ഓട്ടോറിക്ഷയിലാണോ വരവും പോക്കും? എവിടെ ടെൽസിയും ടോജോയും? വരും. ആരുടെ കയ്യിലാ വീടിൻ്റെ താക്കോൽ? ടാനിയ മറുപടി പറയാതെ റീത്താമ്മയുടെ വീട്ടിലേക്ക് നടന്നുപോയി. അല്പം കഴിഞ്ഞപ്പോൾ കയ്യിലൊരു താക്കോലുമായി അവൾ മടങ്ങി വന്നു. വീടിൻ്റെ മുൻവാതിൽ തുറന്നു. അവളുടെ പിന്നാലെ ഔതുക്കുട്ടിച്ചായനും അലീനയും വീട്ടിനുള്ളിലേക്ക് കടന്നു. സ്റ്റാൻലി മുറ്റത്ത് നിന്നതേയുള്ളൂ. വീടിന് പുറത്ത് അലീന കണ്ട അച്ചടക്കരാഹിത്യത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും അലംഭാവത്തിൻ്റെയും തുടർച്ചയായിരുന്നു വീട്ടിനുള്ളിലും. സോഫയുടെ ഹെഡ് റെസ്റ്റിലും കസേരക്കൈകളിലും തുണികൾ ഉണക്കാൻ വെച്ചിരുന്നു. ഇരിപ്പുമുറിയോട് അനുബന്ധിച്ചുള്ള ഊണുമേശയിൽ പാഠപുസ്തകങ്ങളും നോട്ട് ബുക്കുകളും തുറന്നു മലർന്നു കിടന്നു. ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ ഉപകരണങ്ങൾ, കുളിച്ചു തുവർത്തിയ ശേഷം വലിച്ചെറിഞ്ഞ തോർത്തുകൾ, പാതി ചിരവിയ തേങ്ങാമുറി, സവാള പൊളിച്ച തൊണ്ട്, അരിഞ്ഞ പച്ചമുളകിന് ഞെട്ടുകൾ, മാങ്ങയുടെ തൊലി ചെത്തിയത്, ഏതാനും ക്യാരറ്റും കറിവേപ്പിലയും വെണ്ടയ്ക്കയും മുളകുപൊടിയുടെയും അരിപ്പൊടിയുടെയും പാക്കറ്റ്, പാതി ഒഴിഞ്ഞ മോഡേൺ ബ്രെഡിൻ്റെ കവർ, കുറേ പഴത്തൊലികൾ, ഒരു പ്ലാസ്റ്റിക് ബേസിനിൽ ഈച്ചയാർക്കുന്ന മാമ്പഴവും വാഴപ്പഴവും, ഭക്ഷണം കഴിച്ചിട്ട് കഴുകാതെ വെച്ച എച്ചിൽ പ്ലേറ്റുകൾ. താന്തോന്നികളെപ്പോലെ തലങ്ങും വിലങ്ങും തിരിഞ്ഞും മറിഞ്ഞും കിടന്ന കസേരകളിൽ പെൺകുട്ടികളുടെ പാൻറ്റീസും ആൺകുട്ടികളുടെ ബർമുടയും ജട്ടിയും കിടപ്പുണ്ടായിരുന്നു. അലീനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ അന്തരീക്ഷത്തിൽ നിന്നാണ് എല്ലാ ദിവസവും രാവിലെ ഈ ഒരു കുടുംബം ജീവിതം ആരംഭിക്കുന്നതും രാത്രിയിൽ അവസാനിപ്പിക്കുന്നതും. ടാനിയ ഒരു മുറിയിലേക്ക് കയറി വാതിലടച്ചു കഴിഞ്ഞിരുന്നു. അലീന അടുക്കളയിലേക്ക് കയറി നോക്കി. അതിനുള്ളിലെ വായുവിന് തന്നെ എന്തോ ഒരു പുളിച്ചതിൻ്റെ വാടയായിരുന്നു. ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരടുക്കള ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അലീന കാണുന്നത്. സിങ്കിനുള്ളിൽ കഴുകാനുള്ള പാത്രങ്ങളുടെ ഒരു കൂമ്പാരമുണ്ടായിരുന്നു. അടുക്കളയുടെ സ്ലാബ് കശാപ്പുശാലയിലെ പലകത്തട്ടിനെ അനുസ്മരിപ്പിച്ചു. എൽസമ്മയുടെ മുറിയിലേക്ക് കടന്നതും ടൈഗർ ബാമിൻ്റെ മണം അലീനയുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. അവിടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. കട്ടിലിനു മേലെ അലക്കിയ തുണികളുടെ ഒരു കൂമ്പാരം, അലമാരയിലെ ഭിക്ഷക്കാരുടെ ഭാണ്ഡം പോലെ കുറെ തുണിക്കെട്ടുകൾ, ഒരു മേശയുള്ളതിനു മീതെ കുരിശും ക്രിസ്തുവിൻ്റെ ക്രൂശിത രൂപവും വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രതിമയും, പിന്നെ ചെറുതും വലുതുമായ ബൈബിളുകളും പ്രാർത്ഥനാ പുസ്തകങ്ങളും ഭക്തിമാസികകളും, പിന്നെ എന്തൊക്കെയോ ഗുളികകൾ അടങ്ങിയ കുപ്പികളുമുണ്ട്. ടൈഗർ ബാം ഡെപ്പികളും നിരത്തിയിട്ടിരുന്നു. മമ്മിയുടെ മുറിയിൽ എന്താ കാര്യം? പിന്നിൽ നിന്ന് ചോദ്യം കേട്ട് അലീന മുഖം തിരിച്ചു നോക്കി. അനിശത്തോടെ നിൽക്കുന്ന ടാനിയ. ഞാൻ ഈ വീടെന്ന് കാണുക, അലീന പറഞ്ഞു. ഇവിടെ കാണാനെന്തിരിക്കുന്നു? അവിടല്ലേ ബംഗ്ലാവ്? ടാനിയ പരിഹാസ സ്വരത്തിൽ പറഞ്ഞു. ടാനിയ മോൾ എവിടെയാ പഠിക്കുന്നത്? അലീന സൗമ്യമായ പുഞ്ചിരിയോടെ ചോദിച്ചു. അറിഞ്ഞിട്ടെന്തിനാ? നോട്ടത്തേക്കാൾ മൂർച്ചയാണ് സ്വരത്തിന്. അലീനയ്ക്ക് മുന്നോട്ട് പോകാൻ ഒരു പഴുതും കിട്ടിയില്ല. അവൾ തിരികെ സിറ്റൗട്ടിലേക്ക് വന്നു. സ്റ്റാൻലി തിരിച്ചു പോകാൻ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു. എന്ത് തീരുമാനിച്ചു? ഇവിടെ തങ്ങുന്നോ അതോ എൻ്റെ കൂടെ തിരിച്ചു പോരുന്നോ? ഇപ്പോൾ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ പപ്പ. എല്ലാവരെയും കണ്ടതുപോലുമില്ലല്ലോ. എന്നാൽ ഞാൻ പോയിക്കോട്ടെ. കാറിലിരിക്കുന്ന ബാഗും പാക്കറ്റുകളും എടുത്തിട്ട്.
അലീന സ്റ്റാൻലിയോടൊപ്പം റോഡിലേക്ക് ഇറങ്ങിപ്പോയി. അവൾ കാറിനുള്ളിൽ നിന്ന് ബാഗും പ്ലാസ്റ്റിക് കൂടുകളും എടുത്തു. തിരികെ ഗേറ്റ് കടക്കുമ്പോഴേക്കും ഒരു പിക്കപ്പ് വാൻ വന്ന് ഗേറ്റിനടുത്ത് നിന്നു. അതിൽ നിന്നും 2 കുട്ടികൾ ഇറങ്ങി. ടെൽസയെ അലീനയ്ക്ക് മനസ്സിലായി. മറ്റേയാൾ ടോജോയാണെന്ന് ഊഹിച്ചു. അവർ 2 പേരും ഓർക്കാപ്പുറത്ത് സ്റ്റാൻലിയുടെ മുമ്പിൽ വന്നു പെട്ടതിൽ ആശ്ചര്യപ്പെട്ടു നിന്നു. അലീന ടോജോയെ അടിമുടി ശ്രദ്ധിച്ചു. ഒരു മെലിഞ്ഞ കുട്ടി, അലസനും മടിയനുമെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ തോന്നി. സ്കൂൾ ബാഗിന്റെ സിബുകൾ പോലും അവൻ ശരിക്കിട്ടിരുന്നില്ല. പിക്കപ്പ് വാനാണോ നിങ്ങൾ പോവുകയും വരികയും ചെയ്യുന്നത്? സ്റ്റാൻലി ടോജോയോട് ചോദിച്ചു. ആം, അവൻ തലയാട്ടി. ടെൽസ അലീനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അലീന അവളെ അടുത്തേക്ക് വിളിച്ചു. എപ്പോഴാ വന്നേ? ടെൽസ ചോദിച്ചു. കുറച്ചു നേരമായി. കയ്യിലെന്തുവാ? ഒരു സൂത്രം, നിനക്കുള്ളതാ. എന്തുവാണെന്ന് പറ. സ്വീറ്റ്സ്. ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നാൽ മതിയോ? തരണ്ടേ? അവൾ കൈ നീട്ടി. അലീന കൊടുക്കാൻ ഭാവിച്ചതും സിറ്റൗട്ടിൽ നിന്ന് ഒരു വിളിയൊച്ച വന്നു. ടെൽസ, മേടിക്കണ്ട, ടാനിയ പറഞ്ഞു. ഞാൻ മേടിക്കും, ടെൽസ നിഷേധ സ്വരത്തിൽ പറഞ്ഞു. മമ്മിയുടെയും ആൻറ്റിയുടെയും വഴക്ക് കേൾക്കണോ നിനക്ക്? ഇവിടെ വാ. ടെൽസ ടാനിയെ നോക്കി ചുണുങ്ങിക്കൊണ്ട് നിലത്ത് 2 തവണ ചവിട്ടി. എന്നിട്ട് പോടി എന്ന് വിളിച്ച് സമാധാനിച്ചു. ഞാൻ പിന്നെ മേടിച്ചോളാം കേട്ടോ, ആർക്കും കൊടുക്കല്ലേ, അവൾ അലീനയോട് പതിയെ പറഞ്ഞു. ടെൽസ. റീത്താമ്മയുടെ രൂപം അടുത്ത വീടിന്റെ സിറ്റൗട്ടിൽ കാണപ്പെട്ടു. ടെൽസ അലീനയുടെ അടുത്ത് നിന്നും വീടിന് നേർക്ക് നടന്നു നീങ്ങി. ടോജോ അലീനയെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ടാനിയയുമായി അവൾക്കുള്ള സാമ്യം അവനെ വിസ്മയാധീനനാക്കിയിരുന്നു. സ്കൂൾ ബാഗിന്റെ ബക്കിളിൽ നിന്ന് നീണ്ടു കിടന്ന വള്ളി കടിച്ചുകൊണ്ട് അവൻ വീടിന് നേർക്ക് പോയി. സ്റ്റാൻലി റീത്താമ്മയുടെ മുറ്റത്തേക്ക് ചെന്നു. റീത്താമ്മ അകത്തേക്ക് പോവാൻ ഭാവിച്ചപ്പോൾ അയാൾ പറഞ്ഞു. അവിടെ നിൽക്ക്. ഞാൻ എൻ്റെ അപ്പച്ചനെയും എൻ്റെ മോളെയും ആ വീട്ടിലാക്കിയിട്ട് പോവുകയാ. നിങ്ങളെ ആരെയും ഒന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല. കുറച്ചു ദിവസം അവരിവിടെ കാണും. അവർക്ക് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാക്കിയാൽ ആണോ പെണ്ണോ എന്നൊന്നും ഞാൻ നോക്കിയെന്ന് വരില്ല. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം റീത്താമ്മ പറഞ്ഞു. ഇതൊക്കെ എന്നോടതിന് പറയുന്നു. നിങ്ങളാണ് ഏഷണിയുടെ നഴ്സറി നടത്തുന്നതെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഇപ്പൊ തന്നെ അലീനയോട് സംസാരിച്ചു കൊണ്ടിരുന്ന എൻ്റെ മകളെ വിലക്കാൻ നിങ്ങൾക്കെന്ത് അവകാശം? കുളത്തൂപ്പുഴയിലും അഞ്ചലിലും പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടാണ് ഞാൻ അപ്പച്ചനെയും അലീനയും ഇവിടെ എത്തിച്ചിരിക്കുന്നത്. റീത്താമ്മയുടെ ആംഗ്ലമാരുടെ തടിമിടുക്കും കൂടി കണക്കിലെടുത്തിട്ടുണ്ട് ഞാൻ. തൽക്കാലം പോകുന്നു. സ്റ്റാൻലി തിരിഞ്ഞു നടന്നു. റീത്താമ്മ സിറ്റൗട്ടിൽ നിന്ന് എന്തോ പിറുപിറുത്തെങ്കിലും അത് വ്യക്തമായില്ല. സ്റ്റാൻലി അലീനയുടെ സമീപം ചെന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. അവിടുന്ന് അരമണിക്കൂർ ഡ്രൈവ് പോലുമില്ല ഇങ്ങോട്ട്, കേട്ടല്ലോ? അലീന തലയാട്ടി. സ്റ്റാൻലിയുടെ കൂടെ കാറിനടുത്ത് വരെ അവൾ ചെന്നു. കാറിൽ കയറിയിരുന്നിട്ട് സ്റ്റാൻലി അവളോട് ചോദിച്ചു. നിനക്ക് എന്ത് തോന്നുന്നു ഇവിടം കണ്ടിട്ട്? പപ്പ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. പിന്നെ നീ എന്തിനാ ഇവിടെ നിന്ന് സമയം പാഴാക്കുന്നത്? ഇവിടെ എന്താ നടക്കുന്നെന്ന് കാണാമല്ലോ പപ്പ. ശരി, ഒരു മിസ് കോൾ വിട്ടാൽ മതി, ഞാൻ എത്തിക്കോളാം. അലീന മൂളി. സ്റ്റാൻലി കാർ ഓടിച്ചു പോയി. അലീന തിരികെ എൽസമ്മയുടെ വീട്ടിലേക്ക് വന്നു. ഔതുക്കുട്ടിച്ചായൻ സിറ്റൗട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. തൽക്കാലം ഡ്രസ്സ് മാറേണ്ടെന്ന് അവൾ നിശ്ചയിച്ചു. എൽസമ്മ വരുമ്പോൾ എന്തായിരിക്കും പ്രതികരണമെന്ന് അവൾക്കറിയില്ല. താൻ വാങ്ങിക്കൊണ്ടുവന്ന സ്വീറ്റ്സിന്റെ പാക്കറ്റ് അലീന ഊണ് മേശമേൽ കൊണ്ടുപോയി വച്ചു. ടെൽസയെ വിളിച്ച് അതെടുത്തുകൊള്ളാൻ പറഞ്ഞു. പക്ഷേ അവൾക്ക് വേണ്ട. അലീന തന്നെ 2 ചോക്ലേറ്റ് ബാർ എടുത്തു കൊടുത്തിട്ടും അവൾ വാങ്ങിയില്ല. അലീന അത് ടോജോയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചു. എനിക്കും വേണ്ട, അവൻ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു. അലീന അവൻ്റെ പഠനത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ച് സംഭാഷണ വിഷയം ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ഒഴിഞ്ഞു മാറി. അല്പം കഴിഞ്ഞപ്പോൾ ടാനിയ ടെൽസയെ കൂട്ടിക്കൊണ്ട് റീത്താമ്മയുടെ വീട്ടിലേക്ക് പോയി. 6:45 മണിയോടെ ഒരു ഓട്ടോറിക്ഷ ഗേറ്റിന് മുൻപിൽ വന്നു നിന്നു. എൽസമ്മ അതിൽ നിന്നും ഇറങ്ങുന്നത് ഔതുക്കുട്ടിച്ചാൻ കണ്ടു. ഓട്ടോ ചാർജ് കൊടുത്ത ശേഷം എൽസമ്മ ഗേറ്റ് കടന്ന് വീട്ടിലേക്ക് വന്നു. ഔതുക്കുട്ടിച്ചാൻ സിറ്റൗട്ടിലിരിക്കുന്നത് ഗേറ്റിൽ വെച്ച് തന്നെ എൽസമ്മ കാണുകയുണ്ടായി. സിറ്റൗട്ടിലേക്ക് കയറിയപ്പോൾ എൽസമ്മ അയാളുടെ നേർക്ക് നോക്കുക പോലും ചെയ്യാതെ ഒരു കൈയിൽ ബൈബിളും കൊന്തയും മറ്റേ കൈയിൽ ഒരു പ്ലാസ്റ്റിക് ബാഗും പിടിച്ച് നേരെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. താനും അലീനയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന വിവരം എൽസമ്മയ്ക്ക് മൊബൈൽ ഫോൺ മുഖേന കിട്ടിക്കഴിഞ്ഞുവെന്ന് ഔതുക്കുട്ടിച്ചാൻ ഊഹിച്ചു. എൽസമ്മ വീടിനുള്ളിലേക്ക് ചെന്നപ്പോൾ അലീന ഊണുമേശക്കരികെ നിൽപ്പുണ്ടായിരുന്നു. എൽസമ്മ അവളെയും കണ്ടതായി ഭാവിച്ചില്ല. ടോജോ, അവർ ഉറക്കെ വിളിച്ചു. അവൻ മുറിയിൽ നിന്നും ഇറങ്ങി വന്നു. അവരെങ്ങോട്ട് പോയി? ടാനിയും ടെൽസയും. ആൻറ്റിയുടെ വീട്ടിൽ പോയി. ചെന്ന് വിളിച്ചോണ്ട് വാ. ടോജോ പുറത്തേക്ക് ഓടി. എൽസമ്മ കയ്യിലിരുന്ന പാക്കറ്റ് ഊണുമേശയ്ക്ക് മീതെ വച്ചിട്ട്
അവരുടെ മുറിയിലേക്ക് കടന്നു. ബൈബിളും കൊന്തയും മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് കട്ടിലിലേക്കിരുന്നു. അലീന വാതിലിനരികെ ചെന്നു. എൽസമ്മ ടൈഗർ ബാമിന്റെ ഡെപ്പിയെടുത്ത് നെറ്റിയിലും മൂക്കിനും മീതെയും കഴുത്തിലും ബാം പുരട്ടുകയാണ്. അന്തരീക്ഷ വായുവിലൂടെ യൂക്കാലിത്തഴത്തിന്റെ ഗന്ധം ഊറി വന്നു. അലീനയുടെ നേർക്ക് ഒന്ന് നോക്കിയിട്ട് എൽസമ്മ എഴുന്നേറ്റ് വന്ന് വാതിലടച്ചു. ടോജോ ടാനിയെയും ടെൽസിയെയും വിളിച്ചുകൊണ്ട് തിരിച്ചെത്തി. തെല്ലു നേരം കഴിഞ്ഞ് റീത്താമ്മയും വന്നു. അവർ കിച്ചണിൽ കയറി ലൈറ്റിട്ടു. ടാനിയെയും ടെൽസിയെയും വിളിച്ച് അവർ തൊണ്ട പൊട്ടുമാറിച്ചത്തിൽ ശകാരിക്കാൻ തുടങ്ങി. രാവിലെ നീയൊക്കെ ഭക്ഷണം കഴിച്ച എച്ചിൽ പ്ലേറ്റ് പോലും കഴുകി വയ്ക്കാൻ തോന്നിയില്ലല്ലോടി. ആ സിങ്കിൽ ഒരു ഹോട്ടലിലത്രയും പാത്രങ്ങൾ കിടക്കുന്നത് നീ കണ്ടില്ലായിരുന്നോടി? ടാനി, ടെൽസേ, ഈ അടുക്കളയും ഹാളും തൂത്തു തുടയ്ക്കാൻ നീ നോക്കിയാ പറ്റാഞ്ഞിട്ടാണോ? എല്ലാം മമ്മിയെ കൊണ്ട് തന്നെ കഴിവേറ്റിക്കാൻ ഇരിക്കുകയാണോ നിങ്ങൾ? എന്തിനും ഒരുത്തി ഉണ്ടല്ലോ അല്ലേ നിങ്ങളുടെ തള്ള ഇവിടുത്തെ തൂപ്പുകാരുടെ സ്ഥാനത്ത്. എടാ ടോജോ, നീ നോക്കിയാൽ ഒരു മുറി തൂത്തുവാരാൻ പറ്റത്തില്ലേടാ. പെറ്റതള്ള ചത്തു കിടന്നാലും ചെറുപേരിൽ അനക്കരുത്. പോർവിളിയും ആക്രോശവും ചീറലും പൊട്ടിത്തെറിക്കലും ശാപവാക്കുകളും ഇങ്ങനെ ഇടതടവില്ലാതെ തുടർന്നുകൊണ്ടിരുന്നു. കുട്ടികളാരും അനങ്ങുന്നേയില്ലെന്ന് അലീന ശ്രദ്ധിച്ചു. അവർക്കിതൊരു പതിവ് പാരായണമാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. തെല്ലുപോലും കൂസലില്ല ആർക്കും. റീത്താമ്മ കോപക്കലി പൂണ്ട് പാഞ്ഞു വന്ന് ഊണുമേശപ്പുറത്തിരുന്ന പാഠപുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, പേനകൾ തുടങ്ങിയ കുട്ടികളുടേതായ മുഴുവൻ സാധനങ്ങളും നാലുപാടും വലിച്ചെറിഞ്ഞു. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഊണുമേശയിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ നിരത്തിയിടരുതെന്ന്? അക്കൂട്ടത്തിൽ അലീന വാങ്ങിക്കൊണ്ടുവന്നു കൊടുത്ത സ്വീറ്റ്സ് പാക്കറ്റുകളും വായുവിൽ പറന്നു. അപ്പോഴേക്കും എൽസമ്മ വാതിൽ തുറന്നു വന്നു. അവരുടെ മുൻപിൽ വെച്ചും റീത്താമ്മ കുട്ടികളെ കണക്കറ്റ് ശകാരിച്ചു. എൽസമ്മ കിച്ചണിലേക്ക് കയറി അവിടെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞു. പിന്നെ ഒരുതരം നിർവികാരതയോടെ പാത്രങ്ങളെടുത്ത് കഴുകാൻ തുടങ്ങി. ഒരു രാത്രി മുഴുവൻ കഴുകിയാലും ആ ജോലി തീരാത്ത മട്ടിൽ അത്ര സാവധാനത്തിലും നിർവികാരമായുമാണ് എൽസമ്മ ജോലി ചെയ്തത്. കഴുകുന്നതിനിടയിൽ അവരിടയ്ക്കിടെ ആ ജോലി മറന്ന് മറ്റെന്തോ ആലോചിച്ചുകൊണ്ട് നിന്നു. തുറന്നുവച്ച ടാപ്പിലൂടെ വെള്ളം പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് റീത്താമ്മ ചെന്ന് ടാപ്പ് ഓഫ് ചെയ്തു. ബാക്കി ഈ പിള്ളേർ കഴുകട്ടെ, അല്ലെങ്കിൽ പിന്നെ എങ്ങാനും കഴുകാം. അവർ എൽസമ്മയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാത്രിയായപ്പോഴേക്കും അവരുടെ ആങ്ങളമാർ ജീപ്പിലും കാറിലും ബൈക്കിലുമായി എത്തിച്ചേർന്നു. അച്ഛനും കുഞ്ഞും ഏലിയാസും കടുത്ത ദേഷ്യത്തിലായിരുന്നു. സേവിച്ചന് സാമുവലും അവരെ അണിനയിപ്പിക്കാൻ ശ്രമിച്ചു. അവരുടെ ഇളയ പെങ്ങളായ ആൻമേരിയും ഭർത്താവ് മൈക്കിളും കൂടി എത്തിയതോടെ റീത്താമ്മയുടെ വീട് നിറഞ്ഞു. കിളവൻ വേണമെങ്കിൽ അവിടെ താമസിച്ചോട്ടെ, പക്ഷേ മറ്റവളെ ആ വീട്ടിൽ കയറ്റാൻ പോലും പാടില്ലായിരുന്നെന്ന എൻ്റെ അഭിപ്രായം. മൈക്കിളും ഏലിയാസിൻ്റെയും അച്ഛനും കുഞ്ഞിൻ്റെയും കടുത്ത നിലപാടിനോട് അനുകൂലിച്ചു. പോക്കത്തിലുമല്ലേ അയാൾ കാണിച്ചിട്ട് പോയത്. ഭാര്യയും മക്കളെയും തള്ളിക്കളഞ്ഞിട്ട് ഒറ്റയ്ക്ക് സുഖിച്ച് ജീവിക്കുന്നത് നമ്മൾ ക്ഷമിച്ചു. എന്നിട്ട് ഏതോ തേവിടിശയിൽ അയാൾക്ക് പിഴച്ചുണ്ടായ സന്തതിയെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിരിക്കുന്നു. നമ്മളെ വെറും പട്ടിയാക്കുകയല്ലേ അയാൾ ചെയ്തത്. ഏലിയാസിൻ്റെ ചോര തിളച്ചു. അയാളുടെ വീട്ടിൽ അയാൾ എന്ത് ചെറ്റത്തരവും കാണിച്ചോട്ടെ, പക്ഷേ ഇവിടെ പറ്റില്ല. ഇപ്പം ഈ രാത്രി തന്നെ അവളെ പിടിച്ച് വെളിയിൽ ഇറക്കി വിടണം. കാലെ പിടിച്ച് നിലത്തൂടെ വലിച്ച് റോഡിലേക്ക് എറിയുകയാണ് വേണ്ടത്. അച്ഛൻ കുഞ്ഞിന് രോഷമടക്കാനായില്ല. പക്ഷേ അയാൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് പോലീസ് സ്റ്റേഷനിലെല്ലാം കടലാസ് കൊടുത്തിട്ടാ അവളെ ഇങ്ങോട്ട് എത്തിച്ചത്. നമ്മൾ കാണാതിരിക്കരുത്. സാമുവൽ മുന്നറിയിപ്പ് നൽകി. നീ പോടാ, എന്നാ പോലീസാ? ഞാൻ കാണാത്ത പോലീസുണ്ടോ അഞ്ചലിലും പുനലൂരും? അഞ്ചൽ ടിവിയിൽ വെച്ച് വനിതാ IAS കേഡറിനെ ബലാത്കാരം ചെയ്ത് ശിക്ഷ വാങ്ങി ജയിലിൽ പോയ അച്ഛൻ കുഞ്ഞിന് പോലീസ് വെറും പുല്ലാനടാ പുല്ല്. പുളിക്കൽ തറവാട്ടുകാരോടാണോ അവൻ്റെ കളി? അവൻ ലഫ്റ്റനന്റ് കേണലായിരുന്നെങ്കിൽ പോക്രിത്തരത്തിൻ്റെ കമാൻഡറാ ഈ അച്ഛൻ കുഞ്ഞ്. അലീനയെ എൽസമ്മയും കുട്ടികളും താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടത് പുളിക്കൽ തറവാട്ടുകാരോടുള്ള നഗ്നമായ വെല്ലുവിളിയാണെന്ന് അവർ കരുതി. ഇത് നമ്മുടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാ. ഈ കോമ്പൗണ്ടിൽ അവളെ നിർത്താൻ പറ്റില്ല, ഏലിയാസ് കോപാവേശത്തോടെ പറഞ്ഞു. നിങ്ങൾ 5 ആണുങ്ങളില്ലേ, നിങ്ങളുടെ ചുണ പോലെ ഇരിക്കും അവളെ അടിച്ചിറക്കി വിടുന്നത്. റീത്താമ്മ ആങ്ങളമാരെയും മൈക്കിളിനെയും എരികേറ്റി. റീത്താമ്മയുടെ മക്കളായ ജെറിയും ജിമ്മിയും എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ ഉത്സുകരായി നിന്നു. ഒടുവിൽ എല്ലാവരും കൂടി ഒരു ജാഥ പോലെ എൽസമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. ദേ, ആ തെണ്ടിച്ചിമോളെയും വിളിച്ചോണ്ട് വേഗം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ ഞങ്ങൾ അടിച്ചിറക്കും. സിറ്റൗട്ടിലിരുന്ന ഔതിക്കുട്ടിച്ചായനോട് അച്ഛൻ കുഞ്ഞു പറഞ്ഞു. ഔതിക്കുട്ടിച്ചാൻ ചാടി എഴുന്നേറ്റു. എന്നെ നീ അടിച്ചിറക്കുമെന്നോ? അതിന് അച്ഛൻ കുഞ്ഞെ, നീ ഒരു ജന്മം കൂടി ജനിക്കണം. തൻ്റെ കാര്യമല്ലടോ, തൻ്റെ കൂടെ വന്ന ഒരു തേവിടിശി ഉണ്ടല്ലോ, അവളുടെ കാര്യമാ പറഞ്ഞത്. ഏലിയാസ് ചീറി. അങ്ങനെ അടിച്ചിറക്കാൻ
പുളിക്കലെ ആണുങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ അതൊന്ന് കാണട്ടെ. അവധിക്കുട്ടിച്ചാൻ തെല്ലും കൂസാതെ പറഞ്ഞു. എന്നാ വാടാ. അച്ഛൻ കുഞ്ഞ് മുണ്ടു മടക്കി കുത്തിക്കൊണ്ട് സിറ്റൗട്ടിലേക്ക് പാഞ്ഞു കയറി. കൂടെ ഏലിയാസും മൈക്കിളും. ഇത്രയുമാണ് ഇന്നത്തെ കഥ. ബാക്കി കഥയുമായി വീണ്ടും വരാം. ബായ്.